പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഒരാളെ പോലെ പലരും ഉണ്ട് അല്ലേ, അപരന്മാർ. അങ്ങനെയുള്ള ഒരു അപരനെ എന്ന് പരിചയപ്പെടുന്നത്. ഇന്ന് ഞാൻ മേപ്പാടി കൂടി പോകുന്ന സമയത്ത് ഒരാളെ കണ്ടു. നമ്മളെ നീലഗിരിയുടെ സുൽത്താൻ ബ്ലോഗറായിട്ടുള്ള പക്രും പിള്ളേരും പക്രക്കാരൻ്റെ കൂടെ സദാ ഉള്ള ഒരു ഓട്ടോ ഡ്രൈവർ ഭാവനെ പോലൊരു ആൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇതാട്ടോ ആള് വയനാട് ജില്ലയുടെ KVS സംഘടന, അതേ താടിക്കാരുടെ സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നു. ബാവ പറഞ്ഞോളി. പിന്നെ എൻ്റെ പേര് മനാഫ് എന്നാണ്. ഞാനിവിടെ മേപ്പാടി മുപ്പനാട് ലക്കിയിലാണ് താമസം. പിന്നെ ഞങ്ങൾ കേരളത്തിൽ 14 ജില്ലയിലും നമ്മൾ പിന്നെ താടിക്കാരൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതിൻ്റെ വയനാടിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഞാൻ. താടി ഏകദേശം എത്ര നീളം വരെ ഉണ്ടായിരുന്നു? താടി ഏകദേശം ഇത്ര താഴെ വരെ ഉണ്ടായിരുന്നു. 3 പ്രാവശ്യം കട്ട് ചെയ്ത് നമ്മള്. ഇപ്പൊ നമ്മള് ഏകദേശം ഇത്രക്ക് ഉണ്ട്. നമ്മള് മടക്കിയിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഉള്ളിലാക്കിയിട്ട് വെച്ചിട്ടാണ്. എന്ത് മനോഹരമായിട്ടാണ് ഇത് കാണുമ്പോണ്ടല്ലോ. ഇത് ശരിക്കും നമ്മളൊരു മുടിയായിട്ടുള്ള ഫീൽ അല്ല, ഒരു പ്ലാസ്റ്റിക് പോലെ ഭംഗിയായിട്ട് ഇതോടെ ഇങ്ങനെ ഉള്ളിൽ റൗണ്ട് ആക്കാൻ ഒരു മരുന്ന് എണ്ണ കാച്ചുന്നുണ്ട്. എണ്ണ കാച്ചുന്നുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് ഒരുപാട് സ്ഥലത്ത് കയറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓർഡറിനനുസരിച്ചിട്ട് സാധനം ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതുപോലെ മുടി താടിയൊക്കെ വളരുന്ന മരുന്ന് ഉണ്ടാക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. അപ്പൊ അത് റിയൽ ആയിട്ട് കണ്ടോട്ടോ, അത് ഉണ്ടാക്കി ഉപയോഗിച്ചിട്ടുള്ള ഒരു അറിവാണ് കേട്ടോ. അപ്പൊ അതിൽ തട്ടിപ്പോ പറ്റിപ്പോ ഒന്നുമില്ല എന്ന് വ്യക്തമാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നിങ്ങളുടെ നമ്പർ ഇതിൽ കൊടുക്കുക. അങ്ങനെ ആരെങ്കിലും ആവശ്യക്കാരെ വാങ്ങിക്കോളൂ. 6 വർഷത്തിൽ ഒരു 3 പ്രാവശ്യം കട്ട് ചെയ്ത്, അല്ലാതെ കുറച്ച് താഴെ വരെ ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മള് ഇപ്പൊ ഒരു വഴിക്ക് പെട്ടെന്ന് ഇറങ്ങിയിട്ട് പോകാൻ പറ്റൂല നമുക്ക്. കാരണം അത് ഈ കോലത്തിലാക്കി എടുക്കാൻ കുറച്ച് പണികളുണ്ട്. നമ്മള് സാധാരണ വാർന്ന് ഒതുങ്ങിയാലും അങ്ങനൊന്നും ഇതായി കിട്ടൂല. നമ്മൾ കുറച്ച് ചൂടാക്കിയിട്ട് അല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ ഈ കോലത്തിലാവണത്. അല്ലാത്ത താടിയൊക്കെ ഇങ്ങനെ തെറിച്ച് നല്ലതായിട്ട് ഇങ്ങനെ നിൽക്കും. ഇത് പറഞ്ഞാൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത് അതുകൊണ്ടുള്ള ഒരു ഇതാണ് നമ്മള് ചെയ്യുന്ന ഇതുകൊണ്ടാണ്. പെട്ടെന്നൊരു വഴിക്ക് പോകണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഇല്ലാതെ നമുക്ക് താടിമേല് തൊടാതെ നമുക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. സാധാരണ പെണ്ണുങ്ങളൊക്കെ ഒരു വഴിക്ക് പോകുന്ന സമയത്ത് ഡ്രസ്സൊക്കെ ഒരുപാട് ടൈം എടുക്കും. അതുപോലെ തന്നെ താടിക്കാർക്ക് ഒന്ന് അണിഞ്ഞൊരുങ്ങി മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ പോകണമെങ്കിൽ കുറെ ടൈം എടുക്കുന്നതാണ്. ഫാമിലി സപ്പോർട്ടാണോ? ഫാമിലി ഫസ്റ്റ് ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊ പിന്നെ കല്യാണത്തിന് അതേപോലെ ഓരോ പരിപാടിക്ക് പോകുമ്പോൾ ഓരോരുത്തർ നമ്മളെ വിളിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ ചോദിക്കും. അപ്പൊ പിന്നെ ഒരു ഭയങ്കര ത്രില്ലായി. ഇപ്പൊ പിന്നെ അതിന് കുറ്റം പറയലില്ല. ആദ്യമൊക്കെ താടി വെക്കണ്ട, വടിച്ചു കളയാൻ വേണ്ടി പറഞ്ഞിട്ട് ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു ഉമ്മയും ഭാഗത്തൊക്കെ. ഇപ്പൊ പിന്നെ ആർക്കും വലിയ പ്രശ്നമല്ല. ഇപ്പൊ ഒരു ലേബിൾ തന്നെ നമുക്ക് മൊത്തത്തില് താടി മനാഫ് എന്ന് പറഞ്ഞാൽ മേപ്പാടിയിലെ അപ്പൊ നീലഗിരിയിലെ താടി ബാവ ഓട്ടോ ഡ്രൈവർ, അതേപോലെ ഡ്രൈവർ ആയിട്ടുള്ള താടി മനാഫിനെ പരിചയപ്പെട്ടു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോ നമ്പർ കൊടുക്കട്ടോ. എണ്ണ വേണമെങ്കിൽ മനാഫിനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ താടി മുടികളൊക്കെ ഉണ്ടാവുന്ന മരുന്ന് കിട്ടും. ഓക്കെ.